എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. മൂന്ന് പേർക്ക് സെർവ് ചെയ്യാൻ കണക്കിനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. 1/2 കിലോ കപ്പ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി മുറിച്ച് വേവിച്ചെടുക്കണം. കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു 2.5-3 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. കപ്പ നല്ലപോലെ വേവുമ്പോഴാണ് കപ്പ ബിരിയാണിയിൽ മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മുതൽ 20 മിനിറ്റിൽ ഇത് നന്നായി വെന്ത് കിട്ടും. വെന്ത് കിട്ടിയതിന് ശേഷം വെള്ളം ഊറ്റി മാറ്റി വയ്ക്കണം. ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാള വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം. ചെറുതായി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. 2-3 പച്ചമുളക് ചെറുതായി കീറിയത് ഇതിലേക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ക്രഷ് ചെയ്തതോ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ മിക്സ് ചെയ്ത് പച്ച സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ വീതം മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഗരം മസാലയോ മീറ്റ് മസാലയോ ചേർക്കാം. നല്ലതുപോലെ പച്ചമണം മാറുന്നിടം വരെ മിക്സ് ചെയ്തെടുക്കാം. ചേർത്ത് ചെറിയ തീയിൽ വെച്ച് 2 മിനിറ്റെങ്കിലും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കുക. ഇനി ഇതിലേക്ക് ബീഫാണ് എടുത്തിട്ടുള്ളത്. പോത്തിറച്ചി 250 ഗ്രാം ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി വെള്ളം ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കാം. സവാളയിൽ നിന്നും അതുപോലെ ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി ഇത് നന്നായി വെന്ത് കിട്ടിക്കോളും. ആദ്യത്തെ 2 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 4 മുതൽ 6 വരെ വിസിൽ ലോ ഫ്ലെയിമിലും വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ സ്പോഞ്ച് പോലെ വേവിച്ചെടുക്കാം. ഇറച്ചി വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തേങ്ങാ കൂട്ട് തയ്യാറാക്കണം. ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 കപ്പ് ചിരവിയ തേങ്ങ ഇതിലേക്ക് ചേർക്കാം. 1 മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ 1 കിലോയ്ക്ക് എടുക്കുകയാണെങ്കിൽ 1 മുറി തേങ്ങ എടുക്കാം. തേങ്ങ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്യാം. തേങ്ങ നന്നായി റോസ്റ്റായി വരുമ്പോൾ നല്ല സ്മെല്ല് വരും. ഏകദേശം ഒരു ചെറിയ ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും മാറ്റി വയ്ക്കാം. ബീഫും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വെന്ത് വന്നപ്പോൾ ഒരുപാട് വെള്ളമില്ല. കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് ഈ ബീഫ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഈ സമയത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അങ്ങ് വറ്റിച്ചെടുത്താൽ മതി. തീ കുറച്ച് കൂട്ടി വെച്ച് ആ വെള്ളം ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കുക. എന്നാലും ഒരു ഗ്രേവി അതിൽ ആവശ്യമാണ്. എന്നാൽ മാത്രമാണ് കപ്പ ചേർക്കുമ്പോൾ അത് നന്നായി കുഴഞ്ഞു വരുള്ളൂ. കപ്പയും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കപ്പ ഉടച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഉടഞ്ഞു വരാൻ പാകത്തിനാണ് വേവേണ്ടത്. ചില ആളുകൾക്ക് ഒരുപാട് വെന്ത് വരുന്നത് അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതേപടി ഇടാവുന്നതുമാണ്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ മിക്സ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതോ ക്രഷ് ചെയ്തതോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. എല്ലാത്തിലും ഒന്ന് ചൂട് കയറി വരുമ്പോൾ മാത്രം ഇതൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി മുകളിൽ ഇറ്റിച്ചു കൊടുക്കാം.
ചെറിയ തീയിലാണ് അടച്ചു വെക്കേണ്ടത്. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കപ്പ നല്ലതുപോലെ ഉടഞ്ഞ് ചേരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ ചിലവർക്ക് കപ്പ ഒരുപാട് അങ്ങ് ഉടയുന്നതും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേർക്കാം. ഒരു തവി കൊണ്ട് കപ്പ നല്ലതുപോലെ അങ്ങ് ബീഫിലേക്ക് ഉടച്ച് ചേർത്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ഒരു നല്ല നാടൻ റെസിപ്പിയാണ്. ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു തരത്തിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. ചെയ്യുന്ന ടൈമിൽ കുറച്ച് മല്ലിയിലയും അതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയും ഇട്ട് സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.